സമവായം എത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇപ്പോൾ സ്കൂളിലെ PTA പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചിട്ടുള്ള ശ്രീ ജോഷി കൈതവളപ്പിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോഷി കൈതവളപ്പിൽ ഈ വിവാദവും പ്രശ്നങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് അവസാനിച്ച് സ്കൂളിൽ എല്ലാം സാധാരണ നിലയിലേക്ക് ആവുകയാണ് വേണ്ടത്. ഇന്നും ഇപ്പോൾ ഈ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. മാനേജ്മെന്റും കുട്ടിയുടെ രക്ഷിതാക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടോ? അവരുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു കൂടിക്കാഴ്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അതായത് കുട്ടി ഇന്നലെ ആക്സിഡന്റ് ആയിരുന്നു. എക്സാം എഴുതാൻ വന്നില്ല. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും എന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ കാണാത്തത് കൊണ്ട് ക്ലാസ് ടീച്ചർ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടി വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നോർമൽ പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയർ പ്രകാരം നമ്മൾ ക്ലാസ് ടീച്ചർ ശ്രീ ജോഷി, ടെലിഫോൺ ലൈനിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. ഞങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് വിളിച്ചോട്ടെ. ശരി. ശ്രീ ജോഷി കൈതവളപ്പിൽ സ്കൂളിലെ PTA പ്രസിഡന്റാണ്. അദ്ദേഹം ആണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷ നടക്കുകയാണ്. ഇന്നലെ ഈ കുട്ടി പരീക്ഷയ്ക്ക് എത്തിയിരുന്നില്ല. ഇന്നും ഇപ്പോൾ പരീക്ഷയ്ക്ക് എത്താത്തതിനെ തുടർന്ന് ക്ലാസ് ടീച്ചർ കുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇപ്പോഴും ഒരു ചെറിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഈ സ്കൂൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു സമ്മതപത്രം എഴുതി നൽകാൻ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറാവുമോ എന്ന കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. അങ്ങനെ ഒരു സമ്മതപത്രം നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് അവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സ്കൂളാകട്ടെ ഇന്നലെ വളരെ വിശദമായി തന്നെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു സമ്മതപത്രം ഉണ്ടെങ്കിൽ, സ്കൂളിലെ യൂണിഫോം കോഡ് പാലിക്കാൻ കുട്ടി തയ്യാറെങ്കിൽ, കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറെങ്കിൽ, ആ സ്കൂളിലെ വിദ്യാർത്ഥി തന്നെയാണ് ആ കുട്ടി ഇപ്പോഴും. അതുകൊണ്ട് തന്നെ പഠനം വളരെ സുഗമമായി തന്നെ തുടരാമെന്നൊരു നിലപാടാണ് എടുത്തിരുന്നത്. ശ്രീ ജോഷി, പറഞ്ഞോളൂ. അപ്പോൾ ഈ രക്ഷിതാക്കളെ വിളിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു പ്രതികരണം? അതായത് ഇന്നലെ കുട്ടി ആക്സിഡന്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ട് ഇന്നലെ ആക്സിഡന്റ് ആവുന്ന കുട്ടിയെ ഇന്നാണല്ലോ നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഇന്ന് തീർച്ചയായിട്ടും സ്കൂളിന്റെ പ്രൊസീജിയർ എന്ന നിലയിൽ സ്കൂൾ ടീച്ചർ വിളിച്ചു. എല്ലാ സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ടീച്ചർ വിളിച്ചു വെച്ചപ്പോൾ ആ കുട്ടിക്ക് സുഖമില്ല എന്നുള്ള അറിയിപ്പാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മറ്റൊരു ഞങ്ങൾക്കറിയില്ല. ഈ കുട്ടിയുടെ രക്ഷിതാക്കളുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു ചർച്ചയോ കൂടിക്കാഴ്ചയോ നടത്താൻ മാനേജ്മെന്റോ നിങ്ങൾ PTO ശ്രമിക്കുന്നുണ്ടോ? ഞാൻ അതുകൂടെ ഒന്ന് വ്യക്തമാക്കട്ടെ. നമ്മള് കുട്ടിയെ പുറത്താക്കുമ്പോഴാണ് എടുക്കുന്ന ഒരു സംവിധാനം വരികയാണ്. അങ്ങനെ ഒരു തീരുമാനം മാനേജ്മെന്റ് ഇതുവരെ കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്ഥിതിക്ക് ആ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല എന്ന് ഞാൻ പറയാം. അല്ല, ഒരു സമ്മതപത്രം വേണമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അതായത് അങ്ങനെ ഒരു റൂമർ ഞാനും കേൾക്കുന്നുണ്ട്. എനിക്ക് റൂമർ ആയിരുന്നില്ല. ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ സിസ്റ്ററും ഒപ്പം അഡ്വക്കേറ്റ് വിമല സംസാരിക്കുന്നതിനിടെയായിരുന്നു ഇങ്ങനെ ഒരു സമ്മതപത്രത്തിന്റെ കാര്യം പറഞ്ഞിരുന്നത്. ഒരു മിനിറ്റ്. കുട്ടിയെ PTA എന്ന് പറയുമ്പോൾ കുട്ടിയുടെ കാര്യങ്ങള്, കുട്ടിയുടെ പിതാവ് ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അല്ലാതെ മാനേജ്മെന്റിന്റെ കാര്യത്തിന് ഞങ്ങൾക്ക് എങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുക? ഒരു പേരന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ കുട്ടിയുടെ പിതാവ് ഞാനുമായിട്ട് സംസാരിച്ച് അതെന്തെങ്കിലും ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഞങ്ങളത് ഈ മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് എത്തിക്കും. അതായത് അങ്ങനെ ഒരു സമ്മതപത്രം വേണമെങ്കിൽ കൊടുക്കാൻ അനസ് തയ്യാറാണ്. അല്ല, എനിക്കറിയില്ല. നമ്മളോട് ഇതുവരെ പേരന്റ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പേരന്റ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് പാരന്റിന്റെ പ്രതിനിധിയായിട്ടാണ്. പാരന്റ് തയ്യാറാണോ? അങ്ങനെ ഒരു സമ്മതപത്രം വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണോ? അല്ല, എനിക്കറിയില്ല. അതിന്റെ കുട്ടിയുടെ പിതാവാണ് അത് പറയേണ്ടത്. എന്നോട് ഇത്തരം കാര്യങ്ങൾ കുട്ടിയുടെ പിതാവോ അതുപോലെ മാനേജ്മെന്റോ ഇത്തരം കാര്യങ്ങൾ എന്നോട് ചർച്ച ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനൊരു സമ്മതപത്രത്തിന്റെ ആവശ്യം വരുന്നുണ്ടോ ശ്രീ ജോഷി? കാരണം പറയുന്നത് ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് PTA പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് കേട്ടോ. അല്ല, PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പാരന്റിന്റെ ഭാഗത്ത് നിൽക്കാനാണ് എനിക്ക്, നേതൃത്വത്തിന്റെ ഭാഗത്ത് നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ഇവരുടെ പ്രതിനിധിയായിട്ടാണല്ലോ സ്കൂളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇത്രയും പേരന്റിന്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പൊ ആ പേരന്റിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മളോട് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ പേരന്റിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഉയർന്ന് പ്രവർത്തിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ ചോദിച്ചത്, സാധാരണ രീതിയിൽ സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരു പാരന്റിനോട് ഇങ്ങനെ ഒരു സമ്മതപത്രം ചോദിച്ചാൽ എനിക്ക് അത് ആവശ്യപ്പെടാൻ പറ്റുമല്ലോ. കാരണം അത് പാരന്റും സ്കൂളുമായിട്ടുള്ള ഒരു വിഷയമാണ്. അദ്ദേഹത്തിന്
അത് സമ്മതമല്ല എങ്കിൽ അത് ഞങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് അവരുടെ മുന്നിൽ വയ്ക്കും. ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ ശേഷം ജോഷി ഈ കുട്ടിയുടെ പാരന്റുമായിട്ട് സംസാരിച്ചിരുന്നു? ഇപ്പൊ ഇല്ല ഇന്നലത്തേതിന് ശേഷം അല്ലെങ്കിൽ ഇത് വലിയ വിവാദമായതിനു ശേഷം സംസാരിച്ചിട്ടില്ല? ഇല്ല അത് നമ്മളോട് പേരന്റിന്റെ പ്രതിനിധിയിൽ ഞങ്ങൾ അന്ന് സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം അദ്ദേഹം ധാരണയിലാണ് പോയിരിക്കുന്നത്. എന്തായിരുന്നു ആ ധാരണ? ക്ലാസ്സിൽ കൃത്യമായിട്ട് കുട്ടി വിടും എന്നുള്ള ധാരണയിലാണ് പോയത്. അതും 2 തവണ. ആദ്യ തവണ പേരന്റും ടീച്ചേഴ്സും എല്ലാം കൂടി സംസാരിച്ചു, മാനേജ്മെന്റും കൂടി സംസാരിച്ചു. ആ ഒരു ധാരണയിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാൻ തന്നെ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഇത് വിഷയം ഉണ്ടായപ്പോ സബ് ഇൻസ്പെക്ടറുമായിട്ട് കൂടിയാലോചിച്ച പുള്ളിയും ബോധ്യപ്പെടുത്തിയാണല്ലോ പെട്ടത്. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ പറയാൻ പറ്റുക? അതിനുശേഷമാണല്ലോ ഈ വിവാദം ഉണ്ടായത്. വിവാദം ഉണ്ടായതിനു ശേഷം ഞാനും പേരന്റിനോട്, കാരണം ഒരു വിവാദം ഉണ്ടാകുമ്പോ നമ്മള് അതിന് പെട്ടെന്ന് കയറി ഒരു തിരികൊളുത്തുന്ന അല്ലെങ്കിൽ എതിരെയിൽ എണ്ണ വയ്ക്കുന്ന സംവിധാനത്തിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം. ഇപ്പൊ തൽക്കാലം ഈ വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾക്കൊന്നും പോകണ്ട, നിയമപരമായി മുന്നോട്ട് പോകാമെന്ന നിലപാടിലേക്ക് സഭ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അത് അവരുടെ പ്രൊസീജിയർ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. പാരന്റിന്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അങ്ങനെ പാരന്റിന്റെ ശ്രീ ജോഷി അങ്ങനെ പാരന്റിന്റെ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്കൂളിലേക്ക് അത്തരം കാര്യങ്ങൾ എത്തിക്കേണ്ട ഒരാളെന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇതുവരെയും അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റാത്തത്? ഇതൊരു ഇത്ര വലിയ വിവാദം കേരളം മുഴുവൻ ഇങ്ങനെ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ. അല്ല, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞങ്ങളെ കുട്ടി ഇപ്പോഴും പഠിക്കാൻ തയ്യാറായിട്ട് വന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെയും ഇപ്പം വിളിച്ചു ചോദിച്ചു എന്നുള്ളത് നമ്മള് നിങ്ങളോട് ഷെയർ ചെയ്തില്ലേ. ടീച്ചറെ വിളിച്ചു ചോദിച്ചു എന്നുള്ള ടീച്ചറിനോട് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞു, കുട്ടി വന്നിട്ടുണ്ടോ. എല്ലാ കുട്ടികളെയും നമുക്ക് ഓരോരുത്തരുടെ പോയി നമ്മള് കുട്ടി ഇവിടെ പഠിക്കുന്നിടത്തോളം ഈ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് ശരിയാണ്. പറയട്ടെ, ഞാനത് പറയട്ടെ. നമ്മള് ഈ കുട്ടി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ അവിടെ കൃത്യമായിട്ട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഞങ്ങളത് വിളിച്ചു ചോദിച്ചപ്പോ കുട്ടിക്ക് സുഖമില്ല. മീൻസ് സുഖമില്ലാത്ത കുട്ടി അസുഖം മാറി വരുമ്പോഴല്ലേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണേ. ഓക്കെ, താങ്ക് യു. അത്രേ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇന്ന്. ശരി, ഈ സ്കൂളിലെ PTA പ്രസിഡന്റായ സെന്റ് റീത്ത സ്കൂളിലെ PTA പ്രസിഡന്റായ ജോഷി കൈതവളപ്പിലാണ് സംസാരിച്ചത്. അദ്ദേഹം രക്ഷിതാക്കളുടെ നിലപാട് പറയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴും ഈ വിവാദം ഉണ്ടായ ശേഷം ആ രക്ഷിതാവുമായി സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ നമുക്ക് ഈ വിഷയത്തിൽ എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നില്ല തൽക്കാലം എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ നവമി? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീ ജോഷി കൈതവളപ്പിൽ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ആ നിലപാട് മയപ്പെടുത്തിക്കൊണ്ട് തർക്കങ്ങൾക്കൊന്നും പോവാതെ കുട്ടി തൽക്കാലം സുഖമില്ലാത്തതിനാൽ സ്കൂളിലേക്ക് വരുന്നില്ല, കുട്ടി വരുമ്പോൾ ആലോചിക്കാം, അങ്ങനെ ഒരു നിലപാടിലേക്ക് എല്ലാവരും പോവുകയാണോ? അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് പ്രിൻസിപ്പലുമായിട്ട് PTA പ്രസിഡന്റ് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവർ, കുട്ടിയുടെ മാതാപിതാക്കൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരാരും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറല്ല. അവർക്ക് ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണം ഇനി നടത്തരുതെന്ന് കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതികരണം നടത്തി മറ്റു വിഭാഗക്കാരെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളും ഒക്കെ വരുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു ചർച്ച ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമെന്നത് മാനേജ്മെന്റോ ഈ കുട്ടിയുടെ പാരന്റോ ആരെങ്കിലും സ്ഥിരീകരിക്കുന്നുണ്ടോ? സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് നമ്മളോട് ഇക്കാര്യം പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ഒരു ചർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ഒരു KCBCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ വിഷയം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല, എത്രയും വേഗം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവിക്കും അതായിരിക്കും നല്ലത്. അതിനപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ പാർട്ടികൾ ഇത് വലിയ രീതിയിൽ മറ്റു തരത്തിലേക്ക് ഈ വിഷയം കൊണ്ടുപോയി ഒരു മത ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് KCBCക്കുള്ളത്. അതുകൊണ്ടുകൂടി തന്നെയാണ് ഈ വിഷയത്തിലേക്ക് ഇനി ആരും തന്നെ പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കേണ്ടതില്ല. ഒരു ചർച്ചയിലൂടെ ഈ വിഷയം എത്രയും വേഗം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നത് മാത്രം മുന്നോട്ട് ചിന്തിച്ചാൽ മതി. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളോടും മാനേജ്മെന്റിനോടും ഈ വിഷയം സംസാരിച്ച് ഒത്തുതീർപ്പ് എത്രയും വേഗം ഒത്തുതീർപ്പാക്കണം. അതിൽ സർക്കാരിന്റെ ഒരു സഹായം കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് KCBCയും പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്. ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ആശയവിനിമയം നടന്നതായി, അതായത് ഈ KCBC
സർക്കാർ തലത്തിൽ എന്തെങ്കിലും ആശയവിനിമയം നടന്നതായി സൂചനയുണ്ടോ? കാരണം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാവുന്നതുപോലെ നിലപാടിലൊക്കെ അല്പം മായം വന്നിട്ടുണ്ടായിരുന്നു. കർശനമായ നിലപാട് അതിന്റെ തലേ ദിവസം സ്വീകരിച്ചിരുന്ന നിലപാടല്ല ഉണ്ടായിരുന്നത്.